ഹേയ് ഓൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കൽപ്പറ്റയ്ക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം സിന്ദൂറിലോട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. ഒരു 100 ഷോപ്പ് നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ടാകും. എന്നിട്ടാണ് നമുക്ക് ലാസ്റ്റ് ഡ്രസ്സ് കിട്ടിയത് കേട്ടോ. അത് വേറെ കാര്യം. നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി. കാരണം നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേനെങ്കിലും തിരിച്ചെത്തണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി വേഗം വരാനുള്ള പ്ലാനിങ്ങിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ പ്ലാനിങ് ഒക്കെ തെറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നത്തെ പോലെ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് സിന്ദൂറിലേക്കാണ്. സിന്ദൂറിൽ പോയി നമ്മളവിടെ ഡ്രസ്സ് നോക്കി ഒന്ന് രണ്ടെണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് പേസ്റ്റൽ കളറിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ആ പേസ്റ്റൽ കളേഴ്സിൽ ഒന്ന് രണ്ടെണ്ണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടുന്ന് മുകളിൽ നോക്കുന്നുണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഞാനിവിടെ ആമിക്കുട്ടീനെ കളിപ്പിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അതായത് മുകളിലത്തേക്കാണ് ഡ്രസ്സ് എടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ആമിക്കുട്ടീനെ കൊണ്ട് അവിടെ ഇരുന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ഓളും കൂടെ അവിടെ ഇരുന്ന് അങ്ങനെ കളിക്കുകയാണ്. മുകളിലത്തെ അവിടെ ഡ്രസ്സ് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പാൻറ് വരുന്നത് വേറൊരു കളറിലാണ്. അതായത് ടോപ്പിനോട് ഒട്ടും മാച്ച് അല്ലാത്ത രീതിക്കാണ് പാൻറ് വരുന്നത്. പിന്നെ നമുക്ക് അവിടുന്ന് നമ്മൾ സിന്ദൂറിൽ നിന്ന് ഇറങ്ങി പിന്നെ നമുക്ക് ജോക്കിയിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ജോക്കിയിൽ കയറി നമുക്ക് അവിടെ നിന്നൊരു ടീഷർട്ട് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ സിന്ദൂറിൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ മെനക്കുണ്ടായില്ല. അങ്ങനെ നമ്മൾ നേരെ എന്താക്കി ജോക്കിയിൽ കയറി നമ്മൾ ടീഷർട്ടും എടുത്ത് പിന്നെ അവിടെ നമ്മൾ നേരെ യെസ് ഭാരതിലേക്ക് വെച്ച് പിടിക്കാമെന്ന് കരുതി. അങ്ങനെ യെസ് ഭാരതിലെത്തി. അവിടെ നിന്ന് നമ്മൾ നല്ലോണം തപ്പിത്തിരയുന്നുണ്ട് നമുക്ക് വേണ്ട സാധനം. പേസ്റ്റൽ കളേഴ്സ് ആയതുകൊണ്ട് തന്നെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ യെസ് ഭാരതിൽ അത്യാവശ്യം കുറേ നേരം നമ്മൾ നോക്കി. കളർ ഇഷ്ടപ്പെടുമ്പോൾ മോഡൽ ഇഷ്ടപ്പെടില്ല, മോഡൽ ഇഷ്ടപ്പെടുമ്പോൾ കളർ ഇഷ്ടപ്പെടില്ല. ഇതായിരുന്നു നമ്മുടെ സ്ഥിതി. അങ്ങനെ പിന്നെയും ഞാനും ആമിക്കുട്ടിയും അങ്ങനെ ഇരുന്ന് കളിച്ച്. അതിനുശേഷം നമുക്ക് യെസ് ഭാരതം കിട്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ ഗീതാസിലോട്ട് വിട്ടു കേട്ടോ. ഗീതാസിലെത്തിയപ്പോൾ നമ്മൾ അവിടെ നിന്നും നമ്മൾ താഴെ കുറേ നോക്കി. പക്ഷെ നമുക്ക് പറ്റിയ സാധനം കിട്ടിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ ആമിക്കുട്ടിക്കുള്ളൊരു ഗ്രീൻ ടീഷർട്ട് കിട്ടാനുണ്ടായിരുന്നു. അതും തപ്പിപ്പോയി. ഈ ന്യൂ ബോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കളേഴ്സും കിട്ടാൻ ഭയങ്കര മെനക്കേടായിരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മൾ പിന്നെ നേരെ പോയത് ലോവിയിലേക്കായിരുന്നു കേട്ടോ. അതായത് യെസ് ഭാരതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പുണ്ട്. കറക്റ്റ് അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അവിടെ എനിക്ക് ഈ ഒരു സാധനം മോൾദാതൊക്കെ ഡ്രസ്സ് നോക്കാൻ വന്നെങ്കിലും ഈ ഒരു ഐറ്റം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എന്തായിരുന്നില്ല, നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വേണ്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ മോൾദാതൊക്കെ വേണ്ട ഡ്രസ്സും അവിടെ നിന്നാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. നമ്മൾ കുറേ ടൗണിൽ ചുറ്റി നടന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ അവിടെ കയറി. അങ്ങനെ മോൾദാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതായത് വർക്കും കാര്യങ്ങളും കളറും ഒക്കെ മോഡലൊക്കെ മോൾദാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അവിടെ നിന്നാണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ ഇപ്പോൾ കല്യാണ സീസൺ ആയതുകൊണ്ട് തന്നെ ചുരിദാറിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ എന്താക്കി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നല്ല ചോറും സാമ്പാറൊക്കെ കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആമിക്കുട്ടിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ കയറിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ അതായത് യെസ് ഭാരതിൻ്റെ ഓപ്പോസിറ്റ് നമ്മളൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മൾ വീണ്ടും യെസ് ഭാരതിൽ കയറി കുട്ടികളുടെ സെക്ഷനിൽ പോയി അവിടെ നിന്ന് നോക്കി. അവിടെ നിന്ന് നമുക്കൊരു കളർ കിട്ടിയില്ല. അതിനുശേഷം നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ജ്യൂസോ ലൈമോ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറി കേട്ടോ. അങ്ങനെ നമ്മളോരോ ലൈമും കുടിച്ച് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് വെച്ച് പിടിച്ചു. പിന്നെ ഞങ്ങൾ നേരെ പോയത് പിന്നെ നീറ്റാടിക്കായിരുന്നു കേട്ടോ. ഞാനും ഉമ്മയും മുകളിലത്തെ പനമരത്ത് ഇറങ്ങി ഞാനും ഉമ്മയും കൂടെ നീറ്റാടി പോയി. അവിടെ പോയപ്പോൾ മക്കളൊക്കെ നല്ല ടെറസിൻ്റെ മേലെ സാറ്റ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ള വീഡിയോ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ അവരുടെ അതിനുശേഷം സൈക്കിൾ ഓടിച്ചിട്ടുള്ള കളിയും ആ ഒരു കുർത്തികളാണ്. പിന്നെ നമ്മൾ നല്ല അസലായിട്ട് സാറ്റൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷം അങ്ങനെ കളിച്ചപ്പോൾ ഭയങ്കര രസം. അതിനുശേഷം പിന്നെ ഞാനും ഉമ്മയും കൂടെ അവിടെ നിന്ന് ഇറങ്ങി ഉമ്മാക്ക് ചുരിദാർ നോക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മാക്ക് നല്ലൊരു അടിപൊളി ചുരിദാർ കിട്ടിയിട്ടോ. ഈ കയ്യിലുള്ള സാധനമല്ല, ആ ചുരിദാർ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കി വേറെ ഇട്ട് നോക്കി. അങ്ങനെ നല്ലൊരു റെഡ് കളർ കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ചുരിദാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട്